വൈത്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അകം സാഹിത്യവേദി ഒരുക്കുന്ന അതിജീവന ക്യാമ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ഒരു അതിജീവനത്തിൻ്റെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും അതിജീവനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ അന്വേഷിക്കാനും തിരിച്ചറിയാനും ഉള്ളൊരവസരം കൂടിയാണിത്. പ്രത്യേകിച്ചും ലോകത്തെ ധാരാളം കലകളിൽ അതിജീവനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രതിപാദനങ്ങൾ നടന്നിട്ടുണ്ട്. അതിജീവനം നമ്മൾ പറയുമ്പോൾ വ്യക്തികളെ ഒറ്റയായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരുപാട് ദുരന്തമാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ മലയാളത്തിലെ കവിതകളിൽ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ ഭാഷയിൽ മനുഷ്യ ജീവിതം തന്നെ ഒരു തണലിടത്തിൽ ഇരുന്ന് പിന്നീട് എവിടത്തേക്കോ പോകുന്ന ഒരു യാത്രയാണ് എന്ന് എഴുത്തച്ഛൻ്റെ കവിതയിൽ നിന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ വ്യക്തി ജീവിതം കെട്ടുപോവുകയാണെങ്കിലും ഒരു സമൂഹം ഒരു നദി പോലെ ഒഴുകുകയാണെന്ന് മലയാള കവിതയിൽ വൈലൂപ്പള്ളി ശ്രീധരമേനോനും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിതയിൽ കന്നിക്കൊയ്ത്ത് എന്ന കവിതയിൽ ജീവിതം ഒരു നെൽപ്പാടമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ നെൽപ്പാടത്തിലെ ധാരാളം നെല്ലുണ്ടാകുകയും നല്ല ഇനം നെല്ലിൽ നിന്ന് നല്ല ഇനം വിത്തുകളെ നാം സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിത്തൊരിത്തിരി കരുതി വെക്കുന്നു പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ. ഇവിടെ നമുക്കൊരു സമൂഹ ബോധമുണ്ട്. വ്യക്തി ഒറ്റയായി നമ്മളെ പറയുമ്പോഴും കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് സങ്കടം വരും. ഞാൻ പോകുമല്ലോ, ഞാൻ പോയാലും എനിക്ക് പറകിലുള്ള ഒരു സമൂഹം നദി പോലെ ഒഴുകും എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ജീർണത ചേറ്റിൽ താഴുന്നു പുഴ പൂർണ്ണത തേടി പായുന്നു എന്ന് ചേറ്റുപുഴ എന്ന കവിതയിലെ വൈലോപ്പള്ളി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കവിതയെക്കുറിച്ചല്ല സംസാരിക്കുന്നതെങ്കിൽ പോലും ജീവിതം ഒരു അനസ്യൂത പ്രവാഹമാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മളൊരു സമൂഹമായിട്ട് കാണുക. മനുഷ്യ ജീവിതം ഏതോ കാലത്ത് തുടങ്ങി ഇനിയും ഏതോ കാലഘട്ടം വരെ പോകാനുള്ളതാണെന്നും അതിനിടെ ധാരാളം പ്രതിസന്ധികളും പ്രതിസന്ധികൾ വരികയും ആ പ്രതിസന്ധികളൊക്കെ തന്നെ നമ്മളെ അതിജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധം, ഒരു ശാസ്ത്രീയ ബോധം നമ്മുടെ മനസ്സിൽ തെളിയുകയും ചെയ്യും. ഇതിന് ചിത്രകലയിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്, നാടകത്തിലൊക്കെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്, നമ്മുടെ പാട്ടുകളിൽ പോലും ഇതിന് ധാരാളം ഉദാഹരണമുണ്ട്. നമുക്ക് ജീവിതത്തിൻ്റെ ഒരു മഹാപ്രവാഹമാണ് ജീവിതം എന്നൊക്കെ. ഇതേപോലെ സിനിമയിലും ഇത്തരം ധാരാളം സന്ദർഭങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിതത്തെക്കുറിച്ച് എളുപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കല എന്ന് പറയുന്നത് സിനിമയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സിനിമയെ ജീവിതത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നല്ലൊരു സിനിമ ജീവിതത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ്. നല്ലൊരു സിനിമയുടെ ഓരോ ഫ്രെയിമിലും ഓരോ സീനിലും നമുക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ലോകത്തെ സിനിമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സിനിമയ്ക്ക് ഒരുപാട് മേഖലകളെ വേർതിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ലോകത്തെ വാർ ഫിലിംസ്, യുദ്ധ സിനിമകൾ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. യുദ്ധങ്ങളെ പരാമർശിക്കുന്ന ധാരാളം സിനിമകൾ. ഇപ്പോൾ വലിയ ഇറാൻ ഇറാഖ് യുദ്ധം, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നിരിക്കുന്ന ഏതെങ്കിലും യുദ്ധം, അല്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നിരിക്കുന്ന യുദ്ധം, ചില പോരാട്ടങ്ങൾ, സിവിൽ വാർസ്, ആഭ്യന്തര കലാപങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ധാരാളം സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ ഭാഷകളിൽ ചെറിയ രൂപത്തിലുണ്ടെങ്കിലും ലോകഭാഷയിൽ ധാരാളം സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചു പോയ ജനതയെ പ്രതിപാദിക്കുന്ന കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഒരു വലിയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ക്യാമറ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ധാരാളം സിനിമകളുണ്ട്. ഞാൻ 3 സിനിമകളെ കുറിച്ച് മാത്രം സൂചിപ്പിക്കാം. ഒന്ന് മലയാളത്തിലൊരു സിനിമയാണ്. മലയാളത്തിലെ സിനിമ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ വായിച്ചിരിക്കുന്ന
തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയെ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. നമ്മളെ പ്രശസ്ത സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ വരും തകഴി ശിവശങ്കര പിള്ളയുടെ കഥ അല്ലെ. ആ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ആരാ? ഒരു പട്ടി. തൻ്റെ വീട്ടിലെ എല്ലാ ആളുകളും ചേന്നപ്പറയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, കുട്ടികൾ ഒക്കെ തന്നെ വെള്ളപ്പൊക്കം വന്നിട്ട് വീടിങ്ങനെ മുങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആളുകൾ വന്നിട്ട് വള്ളവുമായി വന്നിട്ട് ഈ ചേന്നപ്പറയനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നു. രക്ഷപ്പെടുത്തുക മാത്രമല്ല, ആ രക്ഷപ്പെടുത്തുന്നതിൽ പൂച്ച പോലും ആ തോണി വെള്ളത്തിലേക്ക് കയറി. പക്ഷെ പട്ടിക്ക് മാത്രം കയറാൻ സാധിച്ചില്ല. ആ പട്ടി അനുഭവിക്കുന്ന വേവലാതികളും ആ പട്ടിയുടെ അന്ത്യവുമാണ് ആ സിനിമയിലൂടെ സൂചിപ്പിക്കുന്നത്. തൻ്റെ യജമാനനും യജമാനത്തിയും കൂട്ടുകാരായ കുട്ടികളും ചങ്ങാതിമാരൊക്കെ തന്നെ ആ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിൽ അകന്നു പോയപ്പോഴും കള്ളന്മാരിൽ നിന്നൊക്കെ തന്നെ ആ വീടും ആ പരിസരവും കാത്തുപോകുന്നത് ഈ പട്ടിയായിരുന്നു. ഒക്കെ എന്തൊരു സ്നേഹമാണ് അല്ലേ, സ്നേഹത്തിന്റെ നിറവാണത്. യജമാനനോടും തൻ്റെ വീടിനോടും കാത്തിരിക്കാനുള്ള സംരക്ഷിക്കാനുള്ള വലിയൊരു അവബോധമാണ്, ഒരേ ആത്മസമർപ്പണമാണ് ആ കഥ അല്ലേ. ഇത് വളരെ മനോഹരമായിട്ട് ജയരാജ് വെള്ളപ്പൊക്കത്തിൽ എന്ന സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇൻ ഹോപ്പ് ആൻഡ് റീബിൽഡിംഗ് എന്ന് പറയും നമ്മുടെ സിനിമയിൽ, പ്രതീക്ഷയുടെയും പുനരുദ്ധാരണത്തിന്റെയും സിനിമകൾ. അത്തരമൊരു സിനിമയാണ് മലയാളത്തിൽ. ധാരാളം സിനിമ ഉണ്ട് കേട്ടോ മലയാളത്തിൽ. ഓർമ്മയിൽ പെട്ടെന്ന് വന്നൊരു സിനിമയുടെ പേര് ഞാൻ പരാമർശിച്ചിരിക്കുന്നത്, കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ സിനിമ കാണാൻ പറ്റുമ്പോൾ സാധിക്കുമെങ്കിലും നിങ്ങളെ വെള്ളപ്പൊക്കത്തിൽ എന്ന ജയരാജിന്റെ സിനിമ ഒന്ന് കാണുക. ഇതിനെ നമ്മുടെ ഈ സിനിമയെക്കുറിച്ച് ഹോപ്പാണ്, വളരെ പ്രതീക്ഷയാണ്, അതിജീവനത്തിന്റെ ഒരു സംരംഭമാണത്. വ്യക്തിപരമായ നാശമാണ് ആ പട്ടിക്കുണ്ടാകുന്നെങ്കിൽ പോലും ഒരേ വലിയൊരു അതിജീവനത്തിനുള്ളൊരു ഊർജ്ജമാണ് ആ പട്ടി നൽകുന്നത് നമുക്ക് അല്ലെ. ആ നായ ആ ജന്തു നൽകുന്നതാണ് മനുഷ്യർക്ക് പോലും വലിയൊരു പാഠമാണ് നൽകുന്നത് അല്ലേ. അതാണ് ഞാൻ വൈലോപ്പിള്ളിയുടെ കവിത പറഞ്ഞത്. കാരണം വ്യക്തിപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ ദുരന്തത്തിലേക്ക് പോവുകയും ചെയ്യും, ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകാം. പക്ഷേ സമൂഹമായിട്ട് നമ്മൾ കാണുമ്പോൾ ആ സമൂഹത്തിലേക്ക് നമ്മളെന്ന് ആത്മാർപ്പണം നടത്തുന്നു. ഏത് പ്രതിസന്ധി വരുമ്പോഴും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ, അതും ഒരു ജനസേവനത്തിന്റെ മാനവികത ബോധത്തോട് കൂടിയിട്ട് ഒരു പരസഹായിയായിട്ട് നമ്മൾ മാറാൻ സാധിച്ചാൽ അതൊരു ചരിത്ര മുഹൂർത്തമായിട്ട് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തും. ഇങ്ങനെ മറ്റൊരു സിനിമയാണ് നമുക്കൊക്കെ സുപരിചിതമായ ഒരു പേരാണ് നെൽസൺ മണ്ടേല. ആരാണ് നെൽസൺ മണ്ടേല? നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കാണും. നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് അപാർത്തൈഡ് എന്ന് പറയുന്ന വലിയൊരു വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയിരിക്കുന്ന ആഫ്രിക്കയിലെ ഒരു ജനകീയ നേതാവാണ്, പ്രസിഡന്റായി മാറിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, മണ്ടേല ദ ജേർണി ഓഫ് ഫ്രീഡം, ദ വേ ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സിനിമ. 1996 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെ വെച്ചുകൊണ്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ആ സിനിമയുടെ സംവിധായകന്റെ പേര് ജസ്റ്റിൻ ചാൻവിഡ് എന്നാണ്. ഒരു ഇംഗ്ലീഷ് സിനിമയാണത്. ഇതാണ് 146 മിനിറ്റോളമുള്ള ഒരു സിനിമ. ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വില്യം നിക്കോൾസൺ എന്ന് പറയുന്ന ആളാണ്. ഈ ചിത്രത്തിലെ ആഫ്രിക്കയുടെ ആ സ്വാതന്ത്ര്യ പോരാട്ടങ്ങള്, ജയിലിൽ അടക്കപ്പെട്ട മണ്ടേലയുടെ ജീവിതം, ഇങ്ങനെ നിരവധി നമുക്ക് നമ്മുടെ ഭാവനയിൽ പോലും കണ്ടെത്താൻ പ്രയാസമുള്ള അത്രയും മനുഷ്യത്വരഹിതമായിരിക്കുന്ന പീഡനങ്ങളേറ്റ് ആ പീഡനങ്ങളെയൊക്കെ തന്നെ ആത്മബോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ തന്നെ ഫലത്തിൽ ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു ജീവിതം മുന്നിലുണ്ട് എന്ന് കണ്ട് മുന്നേറിയ ഒരു ജീവചരിത്രമാണ് മണ്ടേലയുടെയും. ആ മണ്ടേലയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കഥ പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു സിനിമ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന ഇൻ ഹോപ്പ് ആൻഡ് റീബിൽഡിംഗ് എന്ന് പറയുന്ന പ്രതീക്ഷയുടേതായ ഒരു മനക്കരുത്ത് നൽകുന്നുണ്ട്. ഇതേപോലെ മറ്റൊരു സിനിമയുടെ ഒരു സൂചന കൂടി ഞാൻ നിങ്ങൾക്ക് നൽകാം. 2006 ഡിസംബർ 6 റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്
അക്കോലിപാറ്റ് എന്ന് പറയുന്ന സിനിമ. ഇതൊരു അമേരിക്കൻ സിനിമയാണ്. ഈ സിനിമയിൽ ഒരു ഗോത്രവർഗത്തിന്റെ അതിജീവന കാണിക്കുന്നത്. ഒരു ഗോത്രവർഗത്തിന്റെ മെൽ ഗിബ്സൺ എന്ന് പറയുന്ന സംവിധായകൻ എന്ന പേരുള്ള സംവിധായകനാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫർഹദ് സ്റ്റീഫൻ എന്ന് പറയുന്ന സുഹൃത്തോട് ചേർന്നിട്ടാണ് അദ്ദേഹം അതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ആ തിരക്കഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഭാഷ നമ്മൾ ശ്രദ്ധിക്കണം, മായൻ ഭാഷയാണ്. അതായത് മായൻ എന്നുള്ളൊരു ഗോത്ര കാലഘട്ടമാണ്, ഒരു മായൻ കാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അമേരിക്കയിലെ ഒരു ഗോത്ര സമൂഹത്തെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ഈ ഗോത്ര സമൂഹത്തിലെ ഒരു നായകനായിട്ട് സിനിമയിൽ വരുന്നത് ജോഖാർ ഫേ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 2018 ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു നമുക്ക്, ഇൻ ഹോപ്പ് ആൻഡ് റീബിൽഡിംഗ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നത്. ഈ സിനിമയിൽ തന്റെ വംശത്തെ മുഴുവനും കൂട്ടക്കുരുതികൾക്ക് ഇടയാക്കി. ആ കൂട്ടക്കുരുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയും മകനെയും കൊണ്ട് അതിജീവിക്കുന്ന ഒരു ഗോത്രവർഗക്കാരന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. നമ്മൾ നോക്കുക, എന്തൊക്കെ പീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് മനുഷ്യൻ പ്രതീക്ഷാ നിർഭരമായ കാലഘട്ടത്തിലേക്ക് നടന്നു കയറുന്നത്. അതുപോലെ ഒരു വൈറസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ജീവിതത്തിന്റെ നോക്കുമ്പോൾ അതിങ്ങനെ വരും. ഒരുപാട് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, നമ്മുടെയൊക്കെ ചില വേവലാതികളൊക്കെ ഉണ്ടാകും. പക്ഷെ മനക്കരുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അതിജീവിക്കണം. നമുക്ക് മനമല്ലൽ കൊതിച്ചു ചെല്ലുകൾ തനേ കൈവിടും ഈർഷ ദുർവിധി എന്നല്ലേ ചിന്താവിഷ്ടയ സീതയിൽ ആശം പഠിപ്പിച്ചത്. നമ്മൾ ദുഃഖത്തെ, പ്രതിസന്ധികളെ സ്നേഹിക്കാൻ പഠിക്കുക. ആ പ്രതിസന്ധികളെ മനോധൈര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ അതിജീവിച്ചവരുടെ കഥ എത്രയോ നമ്മുടെ പറകിലുണ്ട്, മുന്നിലുണ്ട്, ഇനി വരും കാലത്തും ഉണ്ടാകും. അതൊക്കെ കാണാനും പഠിക്കാനുള്ളൊരു അവരെ അവബോധം നമുക്കുണ്ടാകുക, ഇത്തിരി ഒരു ശാസ്ത്രീയ ബോധം ഉണ്ടാകുക. ഇങ്ങനെ നോക്കിയാൽ നമ്മൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കാതെ എങ്ങനെ പഠിക്കും? ആൾക്കാർ ചോദിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലിരിക്കാതെ നമുക്ക് വീട്ടിലിരുന്നും പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ TV കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ ഏതൊക്കെ പ്രതിസന്ധി വരുമോ അതിനെ അതിജീവിക്കാനുള്ള വലിയൊരു ഊർജം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകും. ഈ ഊർജം ഉണ്ടാകണമെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളെക്കുറിച്ചും ഇത്തരം കലകളെക്കുറിച്ചും നമുക്ക് ചെറിയൊരു ബോധം വേണം. എനിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടായത്. നേരത്തെ ഞാൻ പറഞ്ഞ ജാഗ്വാർ പേക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, നെൽസൺ മണ്ടേലയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ആ തകഴിയുടെ കഥയിലെ പട്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ ആളുകളായി മാറിയത് അവർ വെച്ചും പുലർത്തുന്ന ശുഭപ്രതീക്ഷ കൊണ്ടാണ്. ആ ശുഭപ്രതീക്ഷ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത്തരം ഒരു ആത്മധൈര്യം ഉണ്ട് എന്ന് എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ പുഞ്ചിരിക്കുന്ന ആത്മധൈര്യമുള്ള ആ മനസ്സ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകളിൽ ആ തെളിച്ചം എനിക്ക് കാണാൻ കഴിയുന്നു. തീർച്ചയായും അത്തരമൊരു അന്തരീക്ഷത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന സർഗധനരായ നിരവധി അധ്യാപകർ നിങ്ങൾക്കില്ലേ? ആ അധ്യാപകരുടെ ഫലം ആണ് നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. ആ അധ്യാപകർ എന്ന് പറയുന്നത് വ്യക്തികളല്ല, വലിയ വിജ്ഞാനത്തിന്റെ വലിയ ലോകത്തിലേക്ക്, വലിയ വലിയ മേഖലകളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തിക്കുന്നവര്. ആ ബലം നിങ്ങളുടെ ആത്മബലത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നും ഒരു പ്രശ്നമല്ല. ഏത് പരീക്ഷയും ഏത് പ്രശ്നങ്ങളെയും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിജീവിക്കാൻ കഴിയും. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ